ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് റഷ്യൻ ഹണി കേക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ബട്ടറാണ്. 100 ഗ്രാം ബട്ടറും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം തേൻ ചേർക്കണം. 4 ടേബിൾ സ്പൂൺ തേനാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഹണി കേക്ക് എന്നല്ല പേര് തന്നെ, അപ്പോൾ തേൻ ചേർക്കണം നല്ലോണം. 4 ടേബിൾ സ്പൂൺ തേനിവിടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാം. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച മുട്ടയുടെ ഒക്കെ ബൗള് എടുത്ത് മുകളിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് അടിയിലത്തെ ചൂടുകൊണ്ട് അത് മെൽറ്റായി കിട്ടും. നന്നായിട്ട് എല്ലാവരും ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റാവും. പഞ്ചസാരയും എല്ലാവരും നന്നായിട്ട് അലിഞ്ഞ് കിട്ടും നമുക്ക്. ഇപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കണം. ഇതെല്ലാവരും നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാവരും കൂടെ നന്നായിട്ട് മിക്സായി ഇങ്ങനെ ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3.5 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അത് കുറേശ്ശെയാണ് ചേർക്കേണ്ടത്, ഒരുമിച്ച് അങ്ങോട്ട് ഇടരുത്. നമുക്കത് ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള അത്രയും ചേർക്കണം മൈദ. അതുകൊണ്ടാണ് 3.5 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഇത് മിക്സ് ആവാനായിട്ട്. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകമ്മലോ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മാവിൻ്റെ മുകളിലേക്കും കൂടെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. നമ്മൾ ഇതാക്കുമ്പോൾ റോൾ ചെയ്യുമ്പോൾ കൈമേൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ മൈദപ്പൊടിയൊക്കെ ഇതുമേലാക്കിയിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരേപോലത്തെ ബോൾസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ പലകക്ക് വട്ടം കുറവായതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് ഒപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് 4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരേ വലിപ്പത്തിൽ 4 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നും ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കണം. നേരിട്ട് പലകമ്മ വെച്ച് പരത്തിയിട്ടുണ്ടെങ്കിൽ അതുമല്ല കൊട്ടിപ്പിടിക്കും. നമുക്ക് ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഷേപ്പിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് പരത്തിയതിന് ശേഷം നമുക്കൊരു വട്ടത്തിലുള്ള ഒരു പാത്രം വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കുക. അത്ര കനം കുറച്ച് പരത്തരുത്, കുറച്ചൊരു കട്ടി വേണം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഒരേ ഷേപ്പിലായിട്ട് കിട്ടും. പരത്തുമ്പോൾ നമുക്ക് ഒരു ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്കെല്ലാവരും പരത്തിയെടുക്കണം. ബട്ടർ പേപ്പർ വെക്കാൻ മറക്കരുത്. ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് വേണം പരത്താനായിട്ട്. എന്നിട്ട് അതിന് മുകളിൽ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിങ്ങനെ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ബട്ടർ പേപ്പർ വെച്ചിട്ട്. എന്നിട്ട് പാത്രം വെച്ചിട്ട് കട്ട് ചെയ്യുക. ഒരു പാത്രം തന്നെ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് എല്ലാവരും ഈ ഷേപ്പിൽ തന്നെ കിട്ടും. ഫോർക്ക് വെച്ച് കുത്താൻ മറക്കരുത്. കാരണം അല്ലെങ്കിൽ കേക്ക് ആയി വരുമ്പോൾ ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ പൊന്തി വരരുത്. ഇതേപോലെ ഓരോന്നാക്കിയിട്ട് നമുക്ക് മുകളിൽ വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക.
ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്കിത് ഓരോന്നും ഒരു 8 മിനിറ്റൊക്കെ മതിയാവും ഇതാവാനായിട്ട്. അപ്പോൾ ഓരോന്നും എടുത്ത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ ഒരു 8 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തത്. അപ്പോൾ ഓരോരുത്തരും ഓവനനുസരിച്ചിരിക്കും. ഇതെൻ്റെ മൈക്രോവേവ് കൺവെൻഷനാണ്. ഇതിൽ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് 180 ഡിഗ്രി സെൽഷ്യസിൽ അതിന് ശേഷം 8 മിനിറ്റ് ഓരോന്നും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ കിട്ടും നമുക്ക്. ഇത് നമുക്ക് ഫ്രൈ പാനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര പെർഫെക്റ്റ് ആവില്ല എന്ന് മാത്രം. ഫ്രൈ പാനിൽ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അത് ലാസ്റ്റ് ഞാൻ ഒരെണ്ണം നല്ലോണം മൊരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ. ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ വിസ്കും ബൗളും ഫ്രീസറിൽ വെച്ചതാണ് കുറച്ച് നേരം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടും, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇതിന് അധികം ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹണി കേക്കിന് നമുക്ക് നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കണ പോലത്തെ അത്രയും ക്രീമൊന്നും ആവശ്യമില്ല, കുറച്ച് മാത്രം മതി. ഞാൻ ഇവിടെ മാക് ടോപ്പിൻ്റെ ക്രീമാണ്, വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ക്രീമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസോ വാനില പൗഡറോ ചേർക്കാം. ഞാൻ ഇവിടെ വാനില പൗഡറും എസൻസും പൗഡർ കുറച്ചുണ്ടായിരുന്നുള്ളൂ, അപ്പം ഞാൻ കുറച്ച് എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളെ ക്രീം മധുരമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, ഒരു 2-3 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് സ്റ്റിഫ് ആവണ വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബൗളും വിസ്കൊക്കെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗം സ്റ്റിഫായി കിട്ടും, കുറേ നേരമൊന്നും ആവശ്യം വരില്ല. പിന്നെ ഈ ക്രീമും നല്ല ക്രീമാണ്, അതുകൊണ്ട് വേഗം തന്നെ ആയി കിട്ടും, അലിഞ്ഞു പോകുന്നില്ല നമ്മൾ പുറത്ത് വെച്ചാലും. മറ്റുള്ള ക്രീമൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിക്കണം. ഇത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തണുത്ത ക്രീം എടുത്തിട്ട് വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്രീമായിട്ട് കിട്ടും. ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ക്രീം നല്ല തണുത്തതായിരിക്കണം. ഇനി നമുക്ക് ഓരോ ലെയറും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുക്കുക. അധികം ക്രീമൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തേച്ചാൽ മതി. ഹണി കേക്കല്ലേ, അപ്പം അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ക്രീം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തേക്കാട്ടോ. ഇതുപോലെ ഓരോ ലെയറും വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഈ ലെയറിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ ഈ കേക്ക്, നല്ല ടേസ്റ്റുമാണ് തിന്നാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇത് ഓവനിൽ തന്നെ ചെയ്യണമെന്നില്ല, ഫ്രൈ പാനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബട്ടർ പേപ്പറിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അത് ഒരു വശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ബട്ടർ പേപ്പറിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ ഫ്രൈ പാനിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പം ഞാനിതോടെ മുഴുവനായിട്ടും തേച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലും ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്രീം. ഇനി ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടി ഇതിൻ്റെ മുകളിലേക്ക് അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലും ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സെൻറ്ററിൽ വെച്ച ഹാർട്ട് ഷേപ്പുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം.
ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഒന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. വെറുതെ ഇങ്ങനെ അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുത്താലും മതി. ഞാനിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഫ്രിഡ്ജിൽ വെക്കണം കുറച്ച് നേരം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. കണ്ട ഓരോ ലെയറും നല്ല ടേസ്റ്റാണ് ഇത് തിന്നാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. പിന്നെ ഞാൻ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.